ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ശതാബ്ദി വർഷത്തിൽ കൂടിയാണ് നടക്കുന്നത്. 1925 മാർച്ച് 12 ഗാന്ധി ഗുരുവുമായി സംസാരിക്കുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ ചെറിയൊരു കൂടിക്കാഴ്ചയാണ് അന്ന് നടന്നത്. അവർ തമ്മിലുള്ള സംഭാഷണം അച്ചടിച്ച രൂപത്തിൽ നമുക്ക് ലഭ്യമാണ്. അത് ഏകദേശം ഒരു 2-3 പേജുകളിൽ ഒതുങ്ങുന്ന ഒരു സംഭാഷണമാണ്. അതിന് 2 ദിവസം മുമ്പ് ഗാന്ധി വൈക്കം ക്ഷേത്രത്തിൻ്റെ ഊരാളരായ ഇണ്ടന്തുരുത്തി മനയിലെ നമ്പ്യാതിരിയുമായി നടത്തിയ സംഭാഷണമാകട്ടെ ഏതാണ്ട് 20ഓളം പുറങ്ങളിൽ അതിദീർഘമാണ്. എങ്കിലും ഈ 3 പുറങ്ങളിലുള്ള ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച, അവർക്കിടയിലുള്ള സംഭാഷണം ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ പിൽക്കാലത്ത് ഗാന്ധിയുടെ വീക്ഷണങ്ങളെ വലിയ തോതിൽ പരിവർത്തനപ്പെടുത്തുന്നതിന് വഴിവെച്ച ഒന്നായിരുന്നു എന്ന് കാണാൻ കഴിയും. ഗുരു മുമ്പോട്ട് വെച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നതിൽ 1924 ഗാന്ധിക്ക് സമ്മതമായിരുന്ന ഒരേ ഒരു കാര്യം ഒരു ദൈവം എന്നതാണ്. എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നതിൽ ഗാന്ധിക്ക് അപ്പോൾ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ജാതി എന്ന ആശയം ഗുരു അന്ന് അംഗീകരിച്ചിരുന്നില്ല. ഒരു മതം എന്നതും അദ്ദേഹത്തിന് അത്രയൊന്നും സ്വീകാര്യവും ആയിരുന്നില്ല. എന്നാൽ പിന്നെ അന്ന് ഗുരുവുമായി നടത്തിയ സംഭാഷണങ്ങളുടെ തുടർച്ച 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം 1931 ഓഗസ്റ്റ് 15 അംബേദ്കർ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച, രണ്ടാം വട്ടമേശ സമ്മേളനം ഉളവാക്കിയ സാമൂഹികമായ ഫലങ്ങൾ, അതേ ചൊല്ലിയുണ്ടായ സംഘർഷങ്ങൾ, ഒത്തുതീർപ്പുകൾ, ഇതെല്ലാം ചേർന്ന് ഗാന്ധിയുടെ വീക്ഷണത്തെ വലിയ തോതിൽ മാറ്റുകയുണ്ടായി. ജാതി സ്വാഭാവികമായ ഒരു കാര്യമാണെന്നും പ്രകൃതിയിലെ വൈവിധ്യങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ പേരാണ് ജാതി എന്നും 1924 ഗാന്ധി ഗുരുവിനോട് പറയുന്നുണ്ട്. മരത്തിലെ ഇലകൾ ചൂണ്ടിക്കാണിച്ചിട്ട്, ഈ ഇലകളെല്ലാം പലതരത്തിലല്ലേ, അതുപോലെ മനുഷ്യപ്രകൃതം പല ജാതികളായി പിരിഞ്ഞിരിക്കുന്നു എന്നല്ലേ ഉള്ളൂ എന്ന നിലയിൽ ജാതിയെ പ്രകൃത്യാനുസൃതമായ ഒരു വിഭജന യുക്തിയായിട്ടാണ് ഗാന്ധി അന്ന് കാണുന്നത്. എന്നാൽ 1936 നവംബർ 11 അദ്ദേഹം നവജീവനിൽ എഴുതുന്ന ലേഖനത്തിലെത്തുമ്പോഴേക്കും അയിത്തം എന്നത് ജാതിയുടെ ഒരു ഉപോൽപ്പന്നമാണെന്നും അതുകൊണ്ട് അയിത്തം മാത്രമായിട്ട് മാറുക പ്രയാസമാണ് എന്നും കരുതുന്ന ഒരു ഗാന്ധിയിലേക്ക് നമുക്ക് വഴി തുറന്നു കിട്ടുന്നുണ്ട്. ആ ലേഖനത്തിൻ്റെ ശീർഷകമായിട്ട് ഗാന്ധി നൽകിയിട്ടുള്ളത് കാസ്റ്റ് ഹാസ് ടു ഗോ എന്നാണ്. ഈ ഒരു വഴിത്തിരിവ് ഏതാണ്ട് ഒരു വ്യാഴവട്ടം കൊണ്ട് ജാതി മനുഷ്യപ്രകൃതത്തിൻ്റെ സ്വാഭാവിക വിഭജനമാണ് എന്നതിൽ നിന്ന് ജാതി പോകേണ്ടതാണ് എന്നതിലേക്ക് ഗാന്ധിയെ വഴിതിരിച്ചു വിടുന്നതിൻ്റെ പ്രാരംഭമായ പ്രേരണ ഗുരുവിൻ്റെതാണ് എന്ന് നമുക്ക് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള 1925 കൂടിക്കാഴ്ചയും അതിൻ്റെ ഫലങ്ങളും വളരെ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. 100 കൊല്ലം മുമ്പ് ഇന്ത്യ ചരിത്രത്തിലെയും നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലെയും ഏറ്റവും മഹിമയുള്ള 2 മനുഷ്യർ തമ്മിൽ കണ്ടു എന്നതിനപ്പുറം ലോകവീക്ഷണപരമായ വലിയ മാറ്റം ആ കൂടിക്കാഴ്ചയെ ഗാന്ധിയിൽ ഉളവാക്കി. ആ മാറ്റമാകട്ടെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കത്തിലും വലിയ തോതിൽ മാറ്റങ്ങൾ ഉളവാക്കി എന്ന് കാണാം.